അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ ഉന്നതതല സമിതി. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ 11 അംഗങ്ങൾ. എയർ ഇന്ത്യയുടെ കെടുകാര്യസ്ഥത ചർച്ചയാകുന്നു. 2 വർഷത്തിൽ നേരിട്ടത് നിരവധി നടപടികളും പിഴകളും. പശ്ചിമേഷ്യ യുദ്ധസമാനം. ഇസ്രയേൽ ആക്രമണത്തിന് ഇറാന്റെ പ്രത്യാക്രമണം. ടെല്ലവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. ഭൂരിഭാഗം ഡ്രോണുകളും തകർത്തെന്ന് ഇസ്രായേൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ. സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനം നിലനിർത്തണമെന്ന് UN. വാഹനം പരിശോധിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. സഹകരിച്ചിട്ടും ടാർഗറ്റ് ചെയ്തുവെന്ന് ഷാഫി പറഞ്ഞു. പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ? ഗൂഢാലോചനയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സാധാരണ പരിശോധനയെന്ന ഉദ്യോഗസ്ഥർ. നിലമ്പൂരിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രി ഊന്നൽ നൽകുന്നത് ജമാഅത്തെ കൂട്ടുകെട്ടിൽ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. ലക്ഷ്യം UDF അസംതൃപ്തരുടെയും സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെയും വോട്ട്. മലപ്പുറം പരാമർശ വിവാദത്തിൽ പ്രതികരണമില്ല. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക്. PV അൻവറിന് വോട്ട് തേടി യൂസഫ് പട്ടാൻ നാളെ മണ്ഡലത്തിൽ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ഇന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. നാളെ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോട്ടയത്തും ഇടുക്കിയിലും ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയത്തിനരികെ ദക്ഷിണാഫ്രിക്ക. 8 വിക്കറ്റ് ശേഷിക്ക് ഓസ്ട്രേലിയയോട് ജയിക്കാൻ ആവശ്യം 69 റൺസ്. BCCI അപ്പെക്സ് കമ്മിറ്റി യോഗം ഇന്ന്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടെസ്റ്റ് വേദിയാകുന്നത് പരിഗണനയിൽ.